നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ആര് ഭരിക്കണമെന്ന് വിധിയെഴുതാൻ ഇനി 6 നാളുകൾ മാത്രം. ദേശീയ നേതാക്കളിറക്കി പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ. പരസ്യപ്രചരണം ചൊവ്വാഴ്ച അവസാനിക്കും. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. പന്നിത്തടം എയ്യാൽ മന്ത്രവാദി റോഡിന് സമീപം കാർ സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രികരും എയ്യാൽ സ്വദേശികളുമായ സുനിൽ, ശിവദാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. 6ാം ക്ലാസ് മുതൽ 3 ഭാഷകളുടെ പഠനം നിർബന്ധമാക്കി CBSE. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 3ാം ഭാഷ ഉണ്ടാകും. 9, 10 ക്ലാസുകളിൽ കലാ, കായിക വിദ്യാഭ്യാസം, വൊക്കേഷണൽ വിദ്യാഭ്യാസം എന്നിവ നിർബന്ധമാണ്. കയ്പമംഗലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എറിയാട് 2ാം വാർഡിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. LDF പെരുമ്പിലാവ് സെന്ററിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കയ്പമംഗലത്ത് പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത്. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിനൊപ്പം സൈക്കിളിൽ റോഡ് ഷോ നടത്തി ചാണ്ടി ഉമ്മൻ. പൊയ്യയിൽ നിന്ന് മാള വഴി അന്നമനട വരെയുള്ള 13 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടത്തിയത്. പാലാഴിയിൽ NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാറിന്റെ പ്രചരണാർത്ഥം കുടുംബയോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ സുരേഷ് ഗോപി MP മുഖ്യപ്രഭാഷണം നടത്തി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് LDF സംഘടിപ്പിച്ച റാലി CPM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PC രഘു അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചെറിയത്ത് കണ്ടശാം കടവിൽ പര്യടനം നടത്തി. സ്ഥാനാർത്ഥിയോടൊപ്പം ആം ആദ്മി പാർട്ടി വളണ്ടിയർമാരായ ഷാജി ഫ്രാൻസിസ്, ലിജോ പാവറട്ടി, ഗോപി എന്നിവർ പങ്കെടുത്തു. ആനത്താവളത്തിന്റെ വികസനത്തിന് ഗുരുവായൂർ ദേവസ്വം രൂപരേഖ തയ്യാറാക്കി നൽകിയാൽ സഹായിക്കാൻ തയ്യാറാണെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകനും കമ്പനി ഡയറക്ടറുമായ ആനന്ദ് അംബാനി അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ദേവസ്വം ഭരണസമിതി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഗുരുവായൂർ കോട്ടപ്പടി മേഖലയിൽ ദിവസങ്ങളായി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പേവിഷബാധ ലക്ഷണങ്ങളുള്ള തെരുവുനായയെ പിടികൂടിയ തെരുവുനായ പിന്നീട് ചത്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹ ആചരണത്തിന്റെ ഭാഗമായി നടന്ന അന്ത്യാത്താഴത്തിന്റെ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിന്റെ ഭാഗമായി അടിവാരം പള്ളിയിൽ നടന്ന ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡൈസൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികനായി. തൃശൂർ പൂമല പുളിയമ്മാക്കൽ തറവാട്ടുകാർ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കാൻ 84ാം വർഷത്തിലും ഒത്തുചേർന്നു. പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും 150ഓളം പേരാണ് പൂമലയിൽ ജിജോ കുര്യന്റെ വീട്ടിൽ ഒരുമിച്ചത്. തിരുവല്ലോമല സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പരിഹാര പ്രദക്ഷിണം നടത്തി. ഇടവക വികാരി ഫാദർ നിർമ്മൽ കാർമ്മികത്വം വഹിച്ചു. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ പരിഹാര പാതയിൽ പങ്കെടുത്ത ക്രൈസ്തവ വിശ്വാസികൾക്കായി സൗഹാർദ്ദത്തിന്റെ തെളിനീര് നൽകി ചേരമാൻ ജുമാ മസ്ജിദ്. മഹല്ല് ചീഫ് ഇമാം ഡോക്ടർ സലീം നദവി, മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിന്റെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മേപ്പാടത്ത് അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയ കുട്ടികളെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സുരക്ഷിതമായി പുറത്തെത്തിച്ചു. 2 വയസ്സുകാരൻ മുഹമ്മദ് ലബീബ്, 1.5 വയസ്സുകാരി ഹവ്വ ഫാത്തിമ എന്നിവരാണ് അപ്പാർട്ട്മെന്റിനുള്ളിൽ അപ്രതീക്ഷിതമായി കുടുങ്ങിയത്. തിരുവല്ലോമല സ്വദേശി ആമി മരിയ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ബോക്സിംഗിൽ വാരിക്കൂട്ടിയത് സംസ്ഥാന തലത്തിൽ 6 സ്വർണം. കണ്ണൂരിൽ നടന്ന 65 കിലോഗ്രാം സംസ്ഥാനതല ബോക്സിംഗ് മത്സരത്തിലും നേട്ടം കരസ്ഥമാക്കി. ഗുരുവായൂർ ദേവസ്വം സത്രം സർപ്പക്കാവിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പാതിരാക്കുന്ന് കുളപ്പുറം മനയിൽ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവസ്വത്തിന് കീഴിലെ കുന്നത്രിക്കോവിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള തുക സമാഹരിക്കാനൊരുക്കിയ കൊടകര ഫെസ്റ്റിന് തുടക്കമായി. ചലച്ചിത്ര താരം ഹർഷിത പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 13 വരെ പ്രദർശനമുണ്ടാകും. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോജോ എടത്തുരുത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സെലസ്റ്റി, ബ്രദർ ജിസ്മോൻ പുത്തൂർ, ട്രസ്റ്റിമാരായ A.T. ചാൾസ്, A. നിക്സൺ എന്നിവർ നേതൃത്വം നൽകി. സത്യം പറഞ്ഞതിന് തന്നെ കുരിശിൽ കയറ്റുകയാണെന്ന് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഇത്തവണ ഗുരുവായൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാകുമെന്നും പ്രതികരണം. മണലൂർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDPI പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി P.K. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തി. ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കൊങ്ങണ്ണൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച ആരംഭിക്കും. 5-ാം തീയതി ഭദ്രദീപ പ്രകാശനവും തുടർന്ന് ആചാര്യവരണവും നടക്കും. കൊടുങ്ങല്ലൂരിൽ അന്തേവാസി കൊല്ലപ്പെട്ട അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതിയില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.